1500 രൂപയുടെ ചിരി കണ്ടിട്ടുണ്ടോ? ഇതല്ല, ഈ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ. കുറേ ദിവസമായി അമ്മ സങ്കടപ്പെട്ട് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താണെന്ന് കാര്യം തിരക്കിയപ്പോഴാണ് അമ്മ പറഞ്ഞത് 2000 രൂപ ലോൺ അടയ്ക്കാനുണ്ടെന്ന്. കണ്ണു നിറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ അടുക്ക് ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വയ്യായികയെ കുറിച്ച് ചിന്തിച്ചു. വേദനയ്ക്കുള്ള ഗുളികയും എടുത്ത് സ്റ്റിച്ചിനിടുന്ന ഓയിൽമെന്റും എടുത്തുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങുകയാണ്. ഇന്നത്തെ എൻ്റെ ആയത് ഈ കാണുന്ന പെൻസിലുകളല്ല, ഈ ഒരു കത്താളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കത്താളെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. കൂട്ടുകാരനോട് 2000 രൂപ ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞത് കൂടെ വന്നാൽ മതി, 1200 രൂപ ഒപ്പിച്ചു തരാം. എൻ്റെ വയ്യായികയെല്ലാം അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടെ നിന്നാൽ മതി, ജോലിയൊന്നും ചെയ്യേണ്ടെന്നാണ് അവൻ എന്നോട്. രണ്ടുപേരുടെ ജോലി അവൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്റെ മനസ്സനുവദിക്കാത്തത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കോലമാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് ക്ഷീണിച്ചിരുന്നു. 1:30യോടെയാണ് ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ പറ്റിയത്. വെയിലത്ത് നിന്നുള്ള പണിയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പായിരുന്നു. കറിയായി കിട്ടിയത് ചിക്കനും പപ്പടവും എലിശ്ശേരിയാണ്. നല്ല വിശപ്പായത് കൊണ്ട് തന്നെ അത്രയും ചോറ് ഞാൻ മൊത്തം കഴിച്ചു തീർത്തിരുന്നു. വൈകുന്നേരം 4 മണിയോടുകൂടി ഞങ്ങൾ ഏകദേശം പണി ഇത്രത്തോളം തീർത്തിരുന്നു. 4 മണി ആയതോടുകൂടി ഞങ്ങൾക്ക് അവിടുന്ന് ചായയും കിട്ടിയിരുന്നു. രണ്ടുപേരുടെ പണി ഇവൻ ഒറ്റയ്ക്കെടുത്താണ് 1200 രൂപ ഇവൻ എനിക്ക് തന്നു. ഇതുപോലെ സ്നേഹമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അങ്ങനെ നമ്മളെ കയ്യിൽ 1200 രൂപ കിട്ടി. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ വെച്ചിരുന്ന 500 കൂടെ ആഡ് ചെയ്ത് 1500 രൂപ അമ്മയുടെ കയ്യിൽ. ആ ഒരു സന്തോഷമാണ് അമ്മയുടെ മുഖത്ത് ചിരിയായിട്ട് വന്നത്. ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജോലിക്ക് പോയ കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്നെ ചെയ്തു. 2000 തികയ്ക്കാൻ ഇനി 500 രൂപയുടെ കുറവും കൂടെ ഉണ്ട്. 800 രൂപയ്ക്ക് അടുത്തൊരു ചിത്രം വരയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാമേ.